അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ദിവസത്തെ വാട്ടായിട്ടാണ്. എനിക്ക് വർക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ദോശയും ചമ്മന്തിയായിരുന്നു കഴിക്കാൻ. പിന്നെ 3 ദോശയും ചമ്മന്തിയും ഒരു ഗ്ലാസ് ശർക്കര ചായം കുടിച്ചു. പിന്നെ സൂര്യാണെങ്കിൽ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് മെഴുകുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സൂര്യൻ പാടായിരുന്നു ചായ കുടിച്ചു. തേജുവിന്റെ പനി കുറവുണ്ടോന്ന് എല്ലാവരും കമന്റിൽ ചോദിച്ചിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ആള് കുറച്ച് ബെറ്റർ ആയിട്ട് കേട്ടോ. കുറച്ച് ക്ഷീണത്തിന്റെ പ്രശ്നമുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. പനി കുറച്ച് കുറവുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ ജോബിന് ഇറങ്ങി. ഇന്ന് വിസിറ്റ് ആയിരുന്നു, ചെർപ്പളശ്ശേരി ഭാഗത്തായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ. എന്റെ ഒപ്പം മറിക്കുന്ന പ്രദീപം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത്. ഉച്ചയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. ഞങ്ങൾ രണ്ടുപേരും ചോറ് മീനിനെ പറഞ്ഞേ. ആദ്യം കഷ്ണം മീനും പിന്നെ മത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവ രണ്ടും ഓരോ പീസാണ് പറഞ്ഞത്. അതിനുശേഷം ചോറ് വന്നു, ചമ്മന്തി വന്നു, പപ്പടം വന്നു, ഉപ്പേരി വന്നു, ലാസ്റ്റ് നല്ല മീൻകറി വന്നു കേട്ടോ. ഞാനാണെങ്കിൽ മത്തിക്കൂട്ടനെയും കുറച്ച് ഉപ്പേരി എടുത്തുകൊണ്ട് ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വീഡിയോ എടുത്തതിന് വേറെ ആരില്ല കേട്ടോ, നമ്മുടെ പ്രദീപാണ്. പിന്നെ മത്തിക്കൂട്ടിനുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടില്ല, മെലിഞ്ഞില്ലേ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ അവിടെ എന്തെങ്കിലും പറയാച്ചൊന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ മത്തിക്കൂട്ടനൊന്നും നോക്കിയില്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ വിട്ടിട്ടുണ്ട്. ചോറും കറികളൊക്കെ നന്നായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഭക്ഷണം ബാക്കി വരാണ്ട് നോക്കാറുണ്ടേ. കാരണം അത് കിട്ടാത്തവന്റെ ബുദ്ധിമുട്ട് കിട്ടാത്തവർക്ക് അറിയാം. അങ്ങനെ അവസാനം കുറച്ച് മോരും കുടിച്ചിട്ട് ഇല മടക്കിയിട്ട് നമ്മുടെ ഹോട്ടൽ വരുന്നത് നമ്മുടെ ചെർപ്പളശ്ശേരി അല്ലമീൻ പാലസ് അങ്ങനെ എന്തോ ഹോട്ടലാണ്. ഇന്നാണെങ്കിൽ എന്നുമില്ലാത്ത ചൂടാട്ടോ ഫീൽഡിൽ. പിന്നെ ഏകദേശം കറങ്ങി വൈകുന്നേരം ആയിട്ടോ. അങ്ങനെ വല്ലപ്പോഴും എത്തി ഞങ്ങള്. പിന്നെ കരിമ്പ് ജ്യൂസ് കട കണ്ടു. അവിടുന്ന് കരിമ്പ് ജ്യൂസ് രണ്ടെണ്ണം കുടിച്ചു. പിന്നെ ഞങ്ങളുടെ മുഖത്ത് ക്ഷീണം കണ്ടിട്ട് തോന്നുന്നു ചേട്ടൻ ഓരോ ഗ്ലാസ് കൊണ്ട് ഞങ്ങൾക്ക് ജ്യൂസ് ഒഴിച്ച് തന്നേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിട്ടോ. ഭയങ്കര ടയർഡായിരുന്നു, നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ വിളിക്കാണ്ട് ക്ഷണിക്കാണ്ട് വരുന്ന ആകെ ഒരാളുള്ളൂ, അതിന്റെ മൈഗ്രെയിൻ ആണ്. അതിന്റെ ഒരു കൂടപ്പുറപ്പ്. അപ്പൊ സൂര്യ ഉപ്പിട്ട് കുറച്ച് നാരങ്ങ വെള്ളം തന്നുട്ടോ. പിന്നെ ഈവനിങ് ആകുമ്പോൾ ബ്രെഡും ചായ ആയിരുന്നേ. അപ്പൊ സൂര്യ അതിൽ ബ്രെഡിൽ പീനട്ട് ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നു തേജിന് വേണ്ടിട്ട്. അപ്പൊ തേജു കഴിച്ചില്ല. ഞാനും സൂര്യൻ പാടെ ഓരോ സംസാരിച്ചത് അതാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നിട്ട് നൈസായിട്ട് സൂര്യ എല്ലാ ബ്രെഡ് എന്നെ കൊണ്ട് കഴിപ്പിച്ചു കേട്ടോ. തേജുവിന് പിന്നെ വായിക്ക് രുചിയില്ലാത്ത കാരണം തോന്നുന്നു കേട്ടോ, ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ചാവടിയെല്ലാം കഴിഞ്ഞ് സൂര്യ വിളക്കൊളുത്തി കാണിച്ചു കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോ 10K സബ്ബായന്റെ കേക്ക് മുറിക്കലുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു പീസ് എടുത്ത് കേക്ക് എടുത്ത് ഞാൻ കഴിക്കണേ. ഒരു പീസ് കേക്കും ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ചപ്പാത്തി കഴിക്കായിരുന്നു ഞാൻ. പിന്നെ ചപ്പാത്തി മുട്ടക്കറി എന്റെ സ്പെഷ്യൽ കോമ്പോണേ. അപ്പൊ സൂര്യ അടിപൊളിയായിട്ട് ഉണ്ടാക്കൂട്ടോ അത്. പിന്നെ ഞങ്ങൾ 3 പേർക്കും ചോറിനേക്കാൾ നൈറ്റ് ഞങ്ങൾക്ക് ഇഷ്ടം ചപ്പാത്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ചപ്പാത്തി മുട്ടക്കറി, ചപ്പാത്തി സോയാബീൻ കറി, അങ്ങനെ വേറെ എന്തെങ്കിലും കറിയാവുക. പിന്നെ ഒന്നും നോക്കില്ല, ഒറ്റരിപ്പിന് 3 ചപ്പാത്തി 2 മുട്ടയാണ് അകത്താക്കിട്ടാ. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കലാപരിപാടികൾ വേറെ ഒന്നല്ല, ചട്ടിയിൽ ഒരു ചപ്പാത്തി ഇടുക, പിന്നെ മുട്ട ഇടുക, പിന്നെ മൊത്തത്തിലാണ് കുഴച്ചിട്ട് ഒരു പിടുത്തുണ്ട്. അതിന്റെ ഫീൽ ഒന്നും വേറെ തന്നെ കേട്ടോ. സ്വർഗം മാമാ സ്വർഗം എന്ന് പറയില്ല. അപ്പൊ ഇന്നത്തെ വാട്ടായിട്ട് ഇത്ര ഉള്ള. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.